ജഗന്യന്താവായ അല്ലാഹുവിന്റെ പരമോടി സൃഷ്ടിജാലങ്ങളിൽ ഉത്കൃഷ്ടനാണ് മനുഷ്യൻ. ആദിമപിതാവ് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിലൂടെ ഭൂമിയിൽ മനുഷ്യപ്പിറവിയുടെ സമാരംഭം കുറിച്ചു. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ പരിപാലിച്ച് നിലനിർത്തുവാൻ ചുമതലപ്പെട്ട മനുഷ്യവംശത്തിന്റെ നാളുവഴികൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലായി ആദം സന്തതികൾ വ്യാപരിച്ചു. പരന്നൊഴുകുന്ന ജനസഞ്ചയത്തെ ദിശാബോധം നൽകി സൃഷ്ടിലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ ആദം നബിക്ക് പിറകെയായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ നിയോഗിതരായി. സനാതന മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ധർമ്മസംസ്ഥാപനത്തിന്റെ അനിവാര്യ ഘട്ടങ്ങളിൽ ഇവരായി അവതരിച്ച് ഒഴുക്കിൽപ്പെട്ട് ദിശതെറ്റിയ ജനസഞ്ചയത്തെ നേർമാർഗത്തിലേക്ക് തെളിയിക്കുകയായിരുന്നു ഇവരുടെ നിയോഗ ലക്ഷ്യം. പ്രവാചക ശൃംഖലയിലെ ആദ്യ കന്നി മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാമും അവസാന കന്നി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിരുന്നു. നൂഹ്, ഇബ്രാഹിം, മൂസ, ദാവൂദ്, ഈസാ അലൈഹിസ്സലാം തുടങ്ങിയ പ്രധാനികളായ പ്രവാചകന്മാരുടെ അവസാനത്തെ കന്നിയായാണ് തിരുദൂതർ ഈ പരമ്പരയിലേക്ക് വന്നത്. അന്ത്യപ്രവാചകന്റെ ജനനവും പ്രവൃത്തി കേന്ദ്രവും മക്കയും മദീനയുമായിരുന്നു. തങ്ങളുടെ 1 ലക്ഷത്തിലധികം വരുന്ന ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ഈ സന്ദേശവുമായി കയറി ചെന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് ഈ സന്ദേശത്തെ പരിചയപ്പെടുത്താൻ അറബിക്കടലിന്റെ തിരമാലകളേറ്റ് പ്രശോഭിച്ചു നിന്ന കൊച്ചു കേരളത്തിന്റെ ഭൂമികയിലേക്ക് മാലിക് ഇബ്നു ദീനാറും സംഘവും വന്നിറങ്ങുന്നത്. ചരിത്രപരമായി ഒട്ടുവളരെ ശ്രദ്ധിക്കപ്പെട്ട കൊച്ചു കേരളം ഒരു മഹാവിപ്ലവത്തിന്റെ മാറ്റുലിയേറ്റുവാങ്ങാൻ തയ്യാറാവുകയാണ്. സംസ്കാരത്തിന്റെ സനാതന മൂല്യങ്ങളുടെ സൂക്ഷിപ്പുകാരായി മാറേണ്ടി വന്ന മഹാരഥന്മാരുടെ ചരിത്രത്തിന്റെ ഏടുകളെയാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഇടനാഴികയായി നാം പരിചയപ്പെട്ടത്. വിദേശാധിപത്യത്തിന്റെ കരാളഹസ്തത്തിൽ ഇന്ത്യയുടെ അസ്തിത്വം ഞെരിഞ്ഞമരുമ്പോഴും വ്യക്തിത്വം മടിയറവയ്ക്കാൻ തയ്യാറല്ലായിരുന്നു ഭാരതീയർ. ഈ ഉപഭൂഖണ്ഡത്തിന്റെ വൈജ്ഞാനിക, സാമ്പത്തിക, സാങ്കേതിക വളർച്ചയ്ക്ക് എന്നും നേതൃപരമായ സംഭാവനകൾ നൽകിയ കേരള ജനത എല്ലാ സാഹചര്യങ്ങളിലും വ്യത്യസ്ത നിലപാടുകളാൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ സാന്നിധ്യം കേരള ജനത ശ്രദ്ധിച്ചു തുടങ്ങിയത്. സമൂഹത്തെ സനാതന മൂല്യങ്ങളിൽ അടിയുറപ്പിച്ചു നിർത്തേണ്ടതിന്റെ നിർബന്ധിത സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തവും സുനിശ്ചിതവുമായ മുഖ്യധാരയിലേക്ക് എവിടേക്കോ വഴിതെറ്റിപ്പോയ ജനസഞ്ചയത്തെ തിരിച്ചുകൊണ്ടുവരികയാണ് സമസ്ത ചെയ്തത്. കോഴിക്കോട് വലിയ പള്ളി ഈ ചരിത്ര ഉദയത്തിന് തെരഞ്ഞെടുത്ത മഹാരഥന്മാരായ വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമാണ് ദീർഘവീക്ഷണത്തിന്റെ സഭയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രവാചകനിൽ നിന്നും ഏറ്റെടുത്ത പ്രകാശത്തിന്റെ പൊൻകിരണവുമായി ലോകത്തെമ്പാടും സഞ്ചരിച്ച പ്രവാചകന്റെ അനുചരന്മാരുടെ അനുയായികളിൽ ചിലർ ലക്ഷ്യത്തിൽ നിന്നും അകലുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഈ മഹാന്മാരായ പണ്ഡിതന്മാർ സമൂഹത്തെ സൽപാന്താവിലേക്ക് ഉറപ്പിച്ചു നിർത്തുവാൻ ഉറക്കമൊഴിച്ചിരുന്ന ദിനരാത്രങ്ങളുടെ നിമിഷങ്ങളെയാണ് ഇതിന് പിന്നിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്നും അസ്തമനം വരെ പരന്നു കിടക്കുന്ന ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇസ്ലാമിക ചിഹ്നങ്ങളും വിശ്വാസ സംഹിതയും ഉൾക്കൊള്ളുന്ന ജനസമൂഹങ്ങളുണ്ട്. ഇസ്ലാം മുഖ്യമതമായി സ്വീകരിച്ച രാജ്യങ്ങളും മുസ്ലിം വിശ്വാസികൾ ആധിക്യമുള്ള രാജ്യങ്ങളുമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക വിശ്വാസികൾ താരതമ്യേന കുറവാണ്. ഇവിടെയാണ് 10,000-ലധികം പ്രാഥമിക മതവിജ്ഞാന പാഠശാലകൾ അഥവാ മദ്രസകളും 1000-ലധികം വിജ്ഞാന സ്രോതസ്സുകളായ പള്ളി ദർസുകളും 200-ലധികം അറബിക് കോളേജുകളുടെയും ഒക്കെ നിറസാന്നിധ്യത്തിന് അടിത്തറ പാടാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മേഖലയിൽ തല ഉയർത്തി തന്നെയാണ് സമസ്ത നിലകൊള്ളുന്നത്. പണ്ഡിത തറവാട്ടിലെ നിത്യശോഭയായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പണ്ഡിത ലോകത്തെ സൂര്യതേജസ്സായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും സമസ്തയെ ഉത്തുംഗ സോപാനത്തിലേക്ക് നയിച്ചവരിൽ പ്രമുഖരായിരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് ലോക പണ്ഡിത സഭയുടെ പല തീരുമാനങ്ങളെയും തിരുത്താൻ നിമിത്തമായി മാറിയ ശംസുൽ ഉലമ ഇസ്ലാമിക ലോകത്ത് എന്നുമെന്നും സൂര്യതേജസ്സായി നിലനിൽക്കുന്ന ബഹിസ്ഫുരണമായാണ് മതസാമൂഹിക സാംസ്കാരിക രംഗത്തെ ഉന്നത വീക്ഷണവും നിലപാടും സ്വീകരിച്ച് സമസ്ത എന്നും നേതൃനിരയിൽ ഉറച്ചു നിൽക്കുന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷനും സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീനും സുന്നി യുവജന സംഘവും സമസ്ത കേരള മാനേജ്മെന്റ് അസോസിയേഷനും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സമസ്ത കേരള സുന്നി ബാലവേദിയും ഒക്കെയായി മനുഷ്യന്റെ സാമൂഹികമായ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കടന്നു ചെന്ന് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പോഷക സംഘടനകളുടെ സമന്വയമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനം. മലയാളികളുടെ ദിനചര്യയിലെ പ്രധാന ഇടപെടലുകളാണ് വാർത്തകളും വിശകലനങ്ങളും. ഒരു പണ്ഡിത സഭയ്ക്ക് നേരിട്ട് ഇടപെടാവുന്ന വിഷയങ്ങളുടെ പരിമിതി പലപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ജനമാനസത്തെ നിലനിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ സമസ്ത എല്ലാ കാലത്തും നിർവഹിച്ചു പോന്നിട്ടുണ്ട്. സമസ്ത ഒരിക്കലും വീണുകിട്ടിയ സാഹചര്യങ്ങൾ എടുത്തുപയോഗിച്ച് സാമൂഹ്യാന്തരീക്ഷത്തെ മലീമസമാക്കാറില്ല. അഭിപ്രായ പ്രകടനങ്ങളോടൊപ്പം അർത്ഥഗർഭങ്ങളായ മൗനങ്ങളിലൂടെയുമാണ് സമസ്ത പല രംഗങ്ങളെയും നിയന്ത്രിച്ചത്. ചില പ്രത്യേക സാമൂഹിക പ്രതിസന്ധികളെ തന്മയത്വത്തോടെ നേരിട്ട് സമാധാനാന്തരീക്ഷം സ്ഥിരപ്പെടുത്താനായിരുന്നു സമസ്ത ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. ഇത്തരം മഹത്തായ നിലപാടുകൾ രൂപീകരിച്ച് നടപ്പാക്കുന്നതിൽ പാണക്കാട് കുടുംബമടക്കമുള്ള മഹാന്മാരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും മുത്തുനിൽപ്പ് സമുദായത്തിന് എന്നും അടിത്തറയായിട്ടുണ്ട് എന്നത് സാന്ദർഭികമായി. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സങ്കലനമായി മാറുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാർത്താമാധ്യമങ്ങൾക്ക് പക്ഷങ്ങൾ മാറി നിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പോൾ ജനപക്ഷ നിലപാടുകളുടെ വിടവ് പ്രകടമായി തോന്നിയ സാഹചര്യത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പത്രലോകത്തേക്ക് കടന്നുവരാൻ തീരുമാനമെടുത്തത്. ഓരോ പ്രഭാതവും സർവശക്തന്റെ പുത്തൻ സൃഷ്ടിയാണ്. ആ പ്രഭാതത്തിന്റെ ശോഭയുമായാണ് സുപ്രഭാതം കൈരളിയുടെ കരങ്ങളിലേക്കെത്തുന്നത്. കടന്നു ചെന്ന ഒട്ടുമിക്ക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ സമസ്തയ്ക്ക് പത്രപ്രസിദ്ധീകരണവുമായി രംഗത്ത് വന്നപ്പോഴും ചരിത്രം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 5 ലക്ഷം വരിക്കാരും 6 എഡിഷനുമായി തുടക്കം കുറിക്കുന്ന സുപ്രഭാതത്തിന്റെ സവിശേഷം. ജനനിലപാടുകളിൽ ഉറച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന വിശ്വാസത്തിലാണ് വിളിച്ചുണർത്താനും വിളി കേൾക്കാനും ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ നെഞ്ചിലേറ്റി ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ജനലക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇതാ സുപ്രഭാതം പ്രോജ്വലിക്കുകയായി. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. സാക്ഷര കേരളീയുടെ മതവിദ്യാഭ്യാസ നവോത്ഥാന സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ലക്ഷ്യത്തിന്റെ പാരമ്യതയിലേക്ക് കുതിരക്കുതിപ്പ് കുതിക്കുന്ന കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഫലി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു.